ഇന്ന് നമ്മളൊരു പോഡ്കാസ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ സ്റ്റോക്സ് മാർക്കറ്റിൽ ജനറലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും ബേസിക് ആയിട്ട് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട്. ആ ആൾ ചോദിക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന വേർഡാണ് മ്യൂച്വൽ ഫണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാമോ? ഇപ്പൊ നമ്മള് സ്ഥലം വാങ്ങിക്കുന്നു, നമ്മൾ സ്ഥലക്കച്ചവടം എന്ന് പറയും അല്ലേ. അപ്പൊ അതേപോലെ ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങിക്കുന്നതിനെയാണ് ജനറലി നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ കമ്പനിയുടെ ഷെയർ വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ അതിൽ ഭയങ്കര റിസ്ക് ഉണ്ട്. കാരണം ആ കമ്പനിയുടെ ബിസിനസ് മേലോട്ട് പോകണമെങ്കിൽ ഷെയർ മേലോട്ട് പോകും, താഴുമ്പോൾ താഴോട്ട് വരും. അപ്പം ഭയങ്കര റിസ്ക് ഉണ്ട്. അതിന് പകരം എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു 100ഓളം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് 100 രൂപ കൊടുത്താൽ 1 രൂപ ഇന്ന കമ്പനി, 1.5 രൂപ വേറെ കമ്പനി, 2 രൂപ വേറെ കമ്പനി, അങ്ങനെ പല കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിലൊരു 10 കമ്പനി പൂട്ടിപ്പോയാലും പ്രശ്നമില്ല. ബാക്കി കമ്പനി നല്ല നിലക്കാട് നിൽക്കുന്നെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്രോഫിറ്റ് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനികളുടെ കൂട്ടത്തിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് റിസ്ക് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുമോ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ആ വിഡ്രോവൽ കൊടുത്താൽ അതിനകത്തൊരു റിക്വസ്റ്റ്, ഒരു റിഡംഷൻ റിക്വസ്റ്റ് എന്ന് പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അതിന്റെ ക്യാഷ് തിരിച്ചു കയറും എന്നുള്ളതാണ്. അപ്പൊ ഇതിനായിട്ടൊരു ലോക്കിംഗ് പീരീഡ് ഉണ്ടോ? ഇല്ല, ലോക്കിൻ പീരീഡ് ഇല്ല. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ ഇതെന്നാണ്. ഇപ്പൊ പണ്ടത്തൊക്കെ ഇൻഷുറൻസ് പ്രൊഡക്ട്സുകൾ കുറെ ഉണ്ട്. ഈ ബാങ്കുകാരൊക്കെ വന്ന് സമീപിച്ചിട്ട് നമ്മൾ പല പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതേപോലെ നല്ല ഇപ്പോഴുള്ള എല്ലാ പ്രൊഡക്ട്സുകളിലും, അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും എടുക്കാം. എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ആ ക്യാഷ് തിരിച്ചെടുക്കാം. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ചും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നഷ്ടം വരാൻ ചാൻസ് ഉണ്ടോ? നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കൊല്ലത്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യാത്തതാണ് നല്ലത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട്. ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്. ഡെപ്റ്റിൽ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ഒരു കൊല്ലത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അതിൽ ചെയ്യാം. ഇക്വിറ്റി ഫണ്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു കൊല്ലത്തിന് ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്ക് കൂടുതലാണ്. കാരണം ആ വർഷം കമ്പനിയുടെ പെർഫോമൻസ് നല്ലതല്ലെങ്കിൽ നഷ്ടം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 3 കൊല്ലം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആരും തന്നെ നഷ്ടത്തിൽ പോയിട്ടില്ല. ഇക്വിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. കൂടുതൽ റിട്ടേൺ തരുന്നത് ഇക്വിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുമോ? പ്രോഫിറ്റിന് എന്തായാലും നമ്മൾ ടാക്സ് അടക്കണം. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഒരു കൊല്ലത്തിന് അതിന് ലാഭം ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ഒരു കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് 1000 രൂപ ലാഭം ഉണ്ടെങ്കിൽ ആ ഒരു കൊല്ലത്തിനുള്ളിലാണ് നമ്മൾ ആ പൈസ എടുക്കുന്നതെങ്കിൽ ആ 1000ന്റെ 20% എന്ന് പറഞ്ഞാൽ 200 രൂപ നമ്മൾ ടാക്സ് അടക്കണം. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു കൊല്ലം കഴിഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ലാഭം 2 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ് 2 ലക്ഷം എന്ന് പറഞ്ഞത്. അതിൽ ആദ്യത്തെ 1.25 ലക്ഷം ഉണ്ടല്ലോ, അതിന് ടാക്സ് അടക്കണ്ട. ബാക്കി വരുന്നത് എത്രയാ? 75,000. ആ 75,000ത്തിന് 12.5% നമ്മൾ ടാക്സ് അടക്കണം. അത് എല്ലാവർക്കും കോമൺ റൂളാണ്. NRIസിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? NRIസിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും NRIസിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളതാണ്, പല ആളുകളും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ NRIs ആണെങ്കിൽ അവരെന്ത് ചെയ്യും, റെസിഡന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ബാങ്ക് അക്കൗണ്ട് അല്ല ഞാൻ പറഞ്ഞത്, റെസിഡന്റ് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അത് കറക്റ്റ് പറഞ്ഞാൽ ഫെമ റൂളിന്റെയും, ഫെമ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റൂളാണ്, അതിന്റെയും നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് റൂളിന്റെയും അടിസ്ഥാനത്തിൽ അത് ഇല്ലീഗലാണ്. നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവർ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് നല്ലൊരു പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഈ റെസിഡന്റ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം വശാൽ ഇൻകം ടാക്സിൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സെബിയോ ആംഫിയോ ആര് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. നമുക്ക് അതിന് പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടുന്നത് എന്തിനാ? നമുക്കൊരു സമയം കഴിയുമ്പോൾ പൈസ കിട്ടാനല്ലേ. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ NRI ആണെങ്കിൽ നിർബന്ധമായിട്ടും NRI ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ NRI മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരിക്കണം. റെസിഡന്റ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ NRI ആയിരിക്കും, പക്ഷെ ഡിമാറ്റും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടും NRI സ്റ്റാറ്റസിലായിരിക്കണം, നിർബന്ധമാണത്. NRI ആയതുകൊണ്ട് എക്സ്ട്രാ ടാക്സ് എന്തെങ്കിലും ഇല്ല. NRI ആയതുകൊണ്ടും റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ആണെങ്കിലും ടാക്സ് എല്ലാവർക്കും സെയിം. അതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല.
ഏത് ബാങ്ക് അക്കൗണ്ട് ആണ് നല്ലത്? NRO ആണോ NRE ആണോ? രണ്ട് ബാങ്ക് അക്കൗണ്ടും നല്ലത്. നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. NRO ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, NRE ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ളവരാണ് വിചാരിക്കുക, അവരാണെങ്കിൽ അവിടെ സെറ്റിലായി അവിടെ റിട്ടയർ ചെയ്ത് അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം അവിടുത്തെ പാസ്പോർട്ടൊക്കെ നേടിയിട്ട് അവരവിടെ പോകും. അങ്ങനെയുള്ളവർക്ക് NRE ആണ് നല്ലത്. കാരണം എന്താ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അങ്ങോട്ട് എടുക്കാൻ കുറച്ചുകൂടി NRE വഴിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി ഗൾഫിലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, അവർ സിറ്റിസൺഷിപ്പ് ഒന്നും അവിടെ എടുക്കൂലല്ലോ. അവർ കുറച്ച് കാലം കഴിഞ്ഞാൽ ജോലി അവസാനിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലോട്ട് തന്നെ വരും. അപ്പൊ അവർക്ക് നല്ലത് NRO അക്കൗണ്ടാണ്. കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. സുകന്യ സമൃദ്ധി യോജന എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് നല്ല റിട്ടേൺ കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലാഭം വരുന്ന രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടണം, നല്ല സമയം കൊടുക്കണം. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 4 or 5 വയസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരൊരു 18-20 വയസ്സാകുന്ന സമയത്ത് അവരുടെ കല്യാണോ അവരുടെ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അത് വലിയൊരു എമൗണ്ടായി മാറണം, ലക്ഷങ്ങളോ കോടികളോ ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പൊതുവെ പറയാറുള്ളത്. കാരണം അത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജസ്റ്റ് ഒരു 1000 രൂപ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അവർ വലുതാകുമ്പോൾ ഇന്ന് അവർക്ക് ഒരുപാട് എന്താ പറയുക ഫ്ലാറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കല്യാണമായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഇതായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. എങ്ങനെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റും? അത് വലിയൊരു ടോപ്പിക്കാണ്. ശരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരില്ല. കാരണം ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ നിന്ന് നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, നമ്മുടെ പ്രായം, നമ്മുടെ ഗോള്, നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഏത് ഫണ്ടാണ് എന്നുള്ളത് ആ ഫണ്ടിന്റെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സാധാരണ ആളുകൾ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ മൊബൈൽ ആപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ആപ്പ് ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നല്ല ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, അതിൽ നല്ല റിട്ടേൺ കാണുന്ന ഫണ്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കൊല്ലം കഴിയുമ്പോൾ അതായിട്ട് കിട്ടൂല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഫണ്ട് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായിട്ട് അറിയെങ്കിൽ നമുക്ക് പഠിച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അറിയുന്നവരടുത്ത് ചോദിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ല ഒരു എക്സ്പേർട്ടിനെ വെച്ച് ചെയ്യുന്നതാണോ നല്ലത്? നമുക്ക് ഇതില് പഠിച്ച് നല്ല അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറയും. മറ്റത് നമ്മൾ ഒരാളുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യും, അതിന് റെഗുലർ ഫണ്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റി, കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലാഭവും നഷ്ടവും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എങ്കിൽ ഏതെങ്കിലും ആപ്പ് കണ്ടു, കുറെ ഹൈ റിട്ടേൺ ഉള്ള മ്യൂച്വൽ ഫണ്ട് കണ്ടു, അതിൽ കയറി നാളെ SIP ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് കൊള്ളൂല, അപ്പൊ അതിൽ നിന്ന് റിഡീം ചെയ്ത് ഇറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരുന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ലാഭം കിട്ടൂല. അപ്പൊ കൃത്യമായ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യണം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫണ്ടുകൾ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പൊ ഇത് നല്ലൊരു അഡ്വൈസറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും നല്ലത്. കാരണം അയാൾക്കൊരു എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ടി വരും. കൊടുത്താൽ പോലും അയാളുടെ സർവീസ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. ഞാൻ പറയുന്ന വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സർവീസ്. ഇപ്പൊ പലരും ഞാനൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതാണ്, അവർ ബാങ്കിൽ പോവും, അവർക്ക് 2-3-4 മ്യൂച്വൽ ഫണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുക, അവർ തുടങ്ങും. അത് തുടങ്ങി കഴിയുമ്പോൾ ബാങ്കിൽ നമുക്കറിയാം ഈ ആളുകൾ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇവർ ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് യാതൊരു കണക്ഷനും ഇവരെടുത്തുണ്ടാവില്ല. അപ്പൊ ഇവരെ പോർട്ട്ഫോളിയോ എന്താണെന്നോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ ആർക്കും അറിയില്ല. അങ്ങനെ ചെയ്യുന്നത് നല്ല പരിപാടിയല്ല. പക്ഷെ ഇവർ ഒരാളുടെ അണ്ടറിൽ ഗൈഡൻസിലാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അറ്റ്ലീസ്റ്റ് 6 മാസം 1 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് ഇതൊക്കെ നല്ലതാണോ, നല്ല അവസ്ഥയിലാണോ ഇത് പോകുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒക്കെ, ഇല്ലെങ്കിൽ ഒരാളെ സഹായം എടുത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ മ്യൂച്വൽ ഫണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന വേറൊരു വേർഡാണ് SIP. എന്താണ് ഈ SIP? ഇപ്പൊ നമ്മള് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം പേര്. അപ്പൊ നമുക്കൊരു 1-ാം തീയതിയോ അല്ലെങ്കിൽ ഒരു 5-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശമ്പളം കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10-ാം തീയതി ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് വിചാരിക്കാം. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റഡ് ആവും. അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്, SIP എന്ന് പറയും. അപ്പോൾ ഈ STP, SWP ഇതൊക്കെ എന്താണ്? STP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നാണല്ലോ പോകുന്നത്. നേരത്തെ പറഞ്ഞ SIPയിൽ STPയിൽ എന്താ സംഭവിച്ചാൽ ബാങ്കിൽ നിന്നല്ല പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ലിക്വിഡ് ഫണ്ടിലിടും. ലിക്വിഡ് ഫണ്ട് എന്നിട്ട് അവിടുന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ ഒരു ഗുണം എന്താ, ബാങ്കിൽ കിടക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും വെറുതെ കിടക്കുന്ന പൈസ ബാങ്കിൽ കിടക്കുമ്പോൾ 2-3% സേവിങ്സ് ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. അതിന് പകരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പൊ വെറുതെ കിടക്കുന്ന പൈസക്കും റിട്ടേൺ കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയണ്ട, നമ്മൾ ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ട് വൺ ഓഫ് ദ SIPനേക്കാളും നല്ല ഓപ്ഷൻ ആണ് STP എന്ന് ഞാൻ പറയും പേഴ്സണലി. ഇനി അടുത്ത ചോദിച്ചാൽ SWP.
അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. എന്തിനാണ്? നമുക്ക് വലിയൊരു സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് എന്താണ് നമുക്ക് തിരിച്ചെടുക്കണമല്ലോ ഒരു സമയം കഴിയുമ്പോൾ. ഇപ്പൊ ഞാനൊരു 60ാമത്തെ വയസ്സായി, എനിക്ക് എല്ലാ മാസവും എൻ്റെ ചെലവിന് ഇപ്പോൾ ഒരു 50,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ നിന്ന് ഞാനൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പോലെ സെറ്റ് ചെയ്യും. അതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. വിഡ്രോ ചെയ്യുക, പൈസ ഇങ്ങോട്ട് എടുക്കുക. 50,000 മതിയെങ്കിൽ എല്ലാ മാസവും അതിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ എമൗണ്ട് ഒരു 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് എല്ലാ മാസവും 50,000 വെച്ച് വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള പൈസ എന്ത് ചെയ്യും, അവിടെ കിടന്ന് വളരും ചെയ്യും. അതാണ് SWP. നമുക്ക് പൈസ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. നമുക്കൊരു പെൻഷനൊക്കെ പോലെ നമുക്ക് എല്ലാ മാസവും നമ്മളെ ചെലവിന് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതേപോലെ കേൾക്കുന്ന വേറൊരു വേർഡാണ് ETF. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഷുവർ, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എന്താണ് ETF എന്നുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും അതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കാണും. എന്നാലും ഇതൊരു പൂർണ്ണമായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ETF ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഒരുപാട് പേർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനും ശ്രമിക്കാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത ആഴ്ചകളിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്